എന്നെ എംപയർ ഏറി കയറ്റി. കൺഗ്രാറ്റുലേഷൻസ് ഐശ്വര്യ. UK സ്റ്റഡി വിസ അപ്രൂവ് ആയത്. ബെഡ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റി MSc മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് മാർച്ച് ഇൻടേക്കിലേക്ക് കയറി പോവാണ്. ഐശ്വര്യയുടെ എംപയറിന്റെ കൂടെ ഉള്ള ജേർണി എങ്ങനെയായിരുന്നു എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരു 2 വർഷം മുന്നേ ഉള്ള ഒരു പരിചയമാണ് അത്. അങ്ങനെയാണ് ഞാൻ എംപയറുമായിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എൻക്വയറി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻറ് വിസ അതല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി അബ്രോഡ് എനിക്ക് പുറത്ത് പോകണമെന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. കാരണം എൻ്റെ ലൈഫിൽ എനിക്കറിയില്ല അത് ഞാൻ എക്സ്പെക്ട് ചെയ്തോ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഉറപ്പില്ല. കാരണം എൻ്റെ ഉള്ളിലൊരു വലിയൊരു ആഗ്രഹമായിട്ടാണ് അത് കിടന്നിരുന്നത്. ആ ഒരു ജേണിയിൽ എൻ്റെ ഒപ്പം കൂടെ നിന്ന് അത് സക്സസ് ആക്കാനായിട്ടുള്ള ഒരു അത്രയും എനിക്ക് സപ്പോർട്ട് തന്നത് എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ ആണ്. അതില് ഒരു ഹാർട്ട് ഫെൽറ്റ് താങ്ക്സ് ഉണ്ട് എനിക്ക്. പിന്നെ ഫസ്റ്റ് ഞാൻ സ്റ്റഡി അബ്രോഡിന്റെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഓൾറെഡി സ്വീഡൻ ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. സ്വീഡൻ ഞാൻ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു. പിന്നീട് ഞാൻ UK എൻ്റെ അടുത്ത് വേറൊരു ഏജൻസി ത്രൂ ഞാൻ UKയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷെ എക്സ്റ്റെൻഡഡ് മാസ്റ്റേഴ്സ് ആയിരുന്നു അവരെനിക്ക് പ്രിഫർ ചെയ്തത്. പിന്നെ എന്റെ ഫിനാൻഷ്യലി ചിലപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഇതും പിന്നെ എന്റെ മൈൻഡ് സെറ്റ് അന്നത്തെ ഓക്കെ ഇല്ലാത്തത് കൊണ്ടിട്ടും ആയിരിക്കും അന്ന് ഞാൻ അതിന് കുറച്ചൊന്ന് ഡൗൺ ആക്കി വെച്ചു. എന്നാലും എൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുവാണ്. ഏതെങ്കിലും ഒരു മൊമെന്റിൽ എനിക്കത് എത്തിപ്പെടാനായിട്ടുള്ളത് എന്റെ കയ്യിൽ എപ്പോ വരുന്നു അന്ന് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു സമയം വന്നപ്പോൾ എനിക്ക് ഇവിടുന്ന് സ്റ്റഡി അബ്രോഡിൽ നിന്ന് ഇവിടുന്ന് നമ്മുടെ എംപയറിൽ നിന്ന് ഭവ്യത എന്നെ കോൺടാക്ട് ചെയ്തു. ഒരു 2 years ബാക്ക് ഓൾറെഡി ഞാനിവിടെ എൻക്വയറി ചെയ്തപ്പോഴും ഭവ്യത തന്നെയാണ് എന്നെ ഹാൻഡിൽ ചെയ്തിരുന്നത്. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഭവ്യത എന്റെ അടുത്ത് കുറെ ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അന്ന് എനിക്ക് ലാറ്റ്വിയ ആയിരുന്നു പുള്ളിക്കാരത്തി പറഞ്ഞു തന്നത്. പക്ഷേ ലാറ്റ്വിയയുടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെർസെന്റേജ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അതെനിക്ക് ഓക്കെ അല്ലായിരുന്നു. പിന്നെയാണ് ഞാൻ പറയാം എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ട് അതിന്റെ എനിക്ക് എന്റെ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് പോലെ ഞാനത് അവിടെ ഇട്ടേച്ചു. ഒരു സ്റ്റാർ ചെയ്തിട്ട് ഇട്ടിരുന്ന പോലെ ആയിരുന്നു അത് വെച്ചിരുന്നത്. പക്ഷെ എന്തോ എന്റെ എല്ലാം എനിക്ക് ഒരു ഫിനാൻഷ്യലി ഓക്കെ ആയി വരുന്ന സമയത്തും ദൈവദൂതനെ പോലെയാണ് തോന്നുന്നത് ഒരു മെസ്സേജ് എനിക്ക് അവിടെ നിന്ന് വന്നു. എംപയർ ചെയ്ത് എനിക്കൊരു മെസ്സേജ് വന്നു ഭവ്യതയുടെ ഭാഗത്തുനിന്ന്. ഹൈ ഡിയർ ഇപ്പോഴും നോക്കുന്നുണ്ടോ എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു. ജസ്റ്റ് ഒരു ഫോർമൽ മെസ്സേജ്. അത് നമ്മളിപ്പോഴും എൻക്വയറി ഉണ്ടോ എന്ന് അറിയാനായിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്റെ പ്രൊഫൈൽ എനിക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നായിരുന്നു ഞാൻ ആദ്യം വെച്ച എന്റെ കൺസേൺ. പുള്ളിക്കാരത്തി പറഞ്ഞു ഞാൻ നോക്കട്ടെ ഐശ്വര്യ, മാക്സിമം നമ്മൾ നോക്കാം, നിങ്ങളുടെ പ്രൊഫൈല് പറ്റുന്നതാണെങ്കിൽ അതേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം ഷെയർ ചെയ്തു. എന്റെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്റെ അക്കാഡമിക്സ്, ഞാൻ IELTS ചെയ്താണെന്ന് പറഞ്ഞു, റീസെന്റ് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇയർ ഗ്യാപ്പ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്, എല്ലാ കാര്യങ്ങളും ഞാൻ പുള്ളിക്കാരത്തിയുമായിട്ട് ഡിസ്കസ് ചെയ്തു. വിതിൻ 1 വീക്കിനുള്ളിൽ എനിക്ക് ഭവ്യതയുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്നു. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരുന്നു കേട്ടോ അത്. റിപ്ലൈ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യ ഇന്ന ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, UK ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഉള്ളിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മുന്നേ നോക്കിയ ഏജൻസി എനിക്ക് UK സജസ്റ്റ് ചെയ്തില്ല. സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവര് എന്നെ ഫുള്ളി നെഗറ്റീവ് ആക്കി. UK ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് മാത്രമല്ല ഐശ്വര്യ നമുക്ക് ഡിപ്പെൻഡന്റ് കൊണ്ടുപോകാൻ പറ്റില്ല, പിന്നെ വർക്ക് പെർമിറ്റ് ആവണം. ഒരു ഏജൻസിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ആയിരുന്നില്ല ശരിക്കും. എനിക്ക് അത് പ്രിഫർ ചെയ്ത കോഴ്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡഡ് ആയിരുന്നു എനിക്ക് ഇത് ചെയ്തത്. എനിക്ക് തോന്നുന്നു 12 + 3 months എക്സ്റ്റൻഷൻ. അപ്പോൾ എക്സ്ട്രാ അഡീഷണൽ ഫീസ് ഞാൻ പേ ചെയ്യേണ്ടി അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് ഐശ്വര്യക്ക് വേറെ UK കിട്ടത്തില്ല, വേറൊരു കൺട്രിയിലും മര്യാദക്ക് കിട്ടത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് പറഞ്ഞത്. എനിക്ക് ഓൾറെഡി മൈൻഡ് എനിക്ക് ഡൗൺ ആയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് UKയുടെ കാര്യം പുള്ളിക്കാരത്തി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഉള്ളതാണോ ഇതാ ഞാൻ ചോദിച്ചത്, ഉള്ളതാണോ? പറഞ്ഞു ഇല്ല ഐശ്വര്യ അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ എനിക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വൈവിധ്യം പറഞ്ഞോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യ മാം ഉണ്ട്, നമ്മളുടെ ഹെഡാണ്, മാമിനോടൊന്ന് സംസാരിക്കാമോ? പുള്ളിക്കാരത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും സന്ധ്യ മാം ഉണ്ടോന്ന് സംസാരിക്കാമോ? എനിക്ക് തോന്നുന്നു എന്റെ ഡൗട്ട്സ് വളരെയധികം നമ്മള് പൾസ് അറിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള 2 വ്യക്തികളാണ് സന്ധ്യ മാമും ഭവ്യതയും. അപ്പൊ ഞാനൊരു ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ മാമിനോടൊന്ന് ചോദിക്കാമോ? അപ്പൊ തന്നെ ചോദിക്കും പുള്ളിക്കാരത്തി. അങ്ങനെ മാമിനെ ഞാൻ കണക്ട് ചെയ്തു. പോകുമ്പോ നമ്മൾ എന്തൊക്കെ എടുക്കണം അതുവരെ ഞാൻ പുള്ളിക്കാരത്തിയുമായിട്ട് സംസാരിച്ചു. എനിക്ക് പാർട്ട് ടൈം കിട്ടുമോ, സത്യമാണോ ഇത്? കാരണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഈ പുറത്ത് പഠിക്കാൻ പോകണം എന്നുള്ളത്. എനിക്ക് അങ്ങനെ കിട്ടുമോ എന്നൊക്കെ ഞാൻ കുറെ ഡൗട്ട്സ്
ചോദിച്ചു എന്റെ അടുത്ത് പറഞ്ഞു ഐശ്വര്യ ആപ്ലിക്കേഷൻ ഇടണം, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ, ഞാൻ ഓൾറെഡി സ്വീഡന്റെ ഇങ്ങനെ ചെയ്ത് എന്റെ പേയ്മെന്റ് പോയി. ഇല്ല ഐശ്വര്യ അങ്ങനെ ഒന്നുമില്ല, നമുക്കിത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ജേണി അവിടെ സ്റ്റാർട്ട് ചെയ്തു. യുകെയുടെ സ്റ്റാർട്ട് ചെയ്തു. കുറെ ട്രബിൾസ് ഉണ്ടായി എനിക്ക് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി. ഞാൻ അതിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്റേതായ രീതിയിൽ ഞാനും ചെയ്തു, അവരുടേതായ രീതിയിൽ അവരും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊണ്ടിട്ട് അവസാനം നമ്മളുടെ വിസ പ്രോസസിങ് എത്തി. അതിനു മുൻപ് ഒരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് പഠിക്കാൻ തന്നെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ അതൊക്കെ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ അത് അവരെ ക്ലിയർ ചെയ്യണം, എനിക്ക് പോകണം എന്നുള്ളൊരു ആശ എന്റെ ഉള്ളിലും കയറി. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ടീമുണ്ട്. ഏത് കൺട്രി ചൂസ് ചെയ്താലും നമ്മളുടെ എഫോർട്ട് അനുസരിച്ചിരിക്കും നമ്മൾ അവിടെ സെറ്റിൽ ആവണതും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹൈ പൊസിഷനിലോട്ട് നമ്മളുടെ ലൈഫ് നമ്മൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെയും കൂടെ എഫോർട്ട് വേണം. അപ്പൊ ഞാൻ മനസ്സിൽ അതാ വിചാരിച്ചത്. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ടീം പുറകിലുണ്ട്, എനിക്ക് എല്ലാം പറഞ്ഞു തരാനായിട്ട്. ഞാൻ അപ്പൊ നോക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഫോർട്ട് എടുത്താൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെ പോയാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇല്ലേ. എന്റെ കയ്യിൽ എനിക്കറിയാവുന്ന രീതിയിൽ എനിക്ക് ലാംഗ്വേജ് ഉണ്ട്, എനിക്ക് പഠിക്കാൻ ഞാൻ വില്ലിങ് ആണ്, എന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ അതൊക്കെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഞാൻ ക്രെഡിബിലിറ്റി പാസ്സായി കഴിഞ്ഞപ്പോ വിസയ്ക്ക് വെക്കണം, ഫീസ് അടക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പടപടയെന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. വിസയ്ക്ക് വെച്ചു. ജാനിൻടേക്ക് ആയിരുന്നു. വിസ കുറച്ച് ഡിലേ വന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ക്യാസ് പുതിയത് എനിക്ക് അവർ ഇഷ്യൂ ചെയ്തു. അവര് തന്നെ അതിന്റെ കാര്യങ്ങൾ ഇന്റേണലി ചെയ്തു. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്കൊരു പുതിയ ഓഫർ, ക്യാസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്റെ ഉള്ളിലെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പുതിയ വിസയ്ക്ക് വെക്കേണ്ടി വരുമോ, അതായിരുന്നു എനിക്ക് അടുത്ത ടെൻഷൻ. പക്ഷേ പിറ്റേ ദിവസം തന്നെ ഇവരുടെ ടീം അയക്കുന്ന മെയിലെല്ലാം എനിക്ക് CC വെച്ച് വന്നിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം ഇതെന്ന് പറഞ്ഞ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ അവരെന്നെ ഓൾറെഡി പറയുന്നുണ്ട് സ്റ്റുഡന്റിന് ക്യാസ് ഒന്നും പുതിയ ഇത് വെക്കണ്ട, ക്യാസ് പുതിയത് നമ്മൾ തന്നെ അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഇഷ്യൂസും വരില്ല. അപ്പൊ എനിക്ക് വിസയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇല്ല, വിത്തിൻ 5 days എനിക്ക് എന്റെ വിസ വന്നു. വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഒരു നൈറ്റ് ഒരു 10:45 സമയം നോക്കി അതാണ് ഫസ്റ്റ് വിസ വന്നപ്പോ ശരിക്കും ഞാൻ കരഞ്ഞു പോയി. എനിക്ക് ഭയങ്കര കാരണം എന്റെ ഈ ജേണി എന്ന് പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്റെ ഫിനാൻഷ്യലി ആണെങ്കിലും എന്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് എടുത്തിരിക്കുന്നതാണ്. ഈ അടച്ചിരിക്കുന്ന ഫീസുകളാണെങ്കിലും ഇപ്പൊ നമ്മളുടെ വിസ ഫീ, ഇൻഷുറൻസ് ആണെങ്കിലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള ബാക്കിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ ഫിനാൻഷ്യലി അല്ല, ബാക്കി അല്ലാതെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരു ടീമുണ്ട്. ഫിനാൻഷ്യലി ഞാൻ തന്നെ വേറേണ്ടതാണ്. അത് എന്റെ ഒറ്റ ഒരാളുടെ ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അപ്പൊ അതിനൊരു സക്സസ് എന്നുള്ളതാണ് എന്റെ UK വിസ. അപ്പൊ അത് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഞാൻ ശരിക്കും കരഞ്ഞു. ഞാൻ എന്റെ അമ്മയെ ആദ്യം വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സെക്കൻഡ്ലി ഞാൻ സന്ധ്യ മാമിനെ വിളിച്ചപ്പോ പുള്ളിക്കാരത്തി ഇന്നിപ്പോ എന്റെ അടുത്ത് പറഞ്ഞു അന്ന് കരഞ്ഞായിരുന്നല്ലേ എന്ന് പറഞ്ഞു. ശരിയാണ്, നമുക്കതൊരു ഞാൻ പറഞ്ഞ പൾസ് അറിയാവുന്നവർക്ക് അതിന്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും. വിളിച്ചതും എന്റെ കോൾ എടുത്തപ്പോ പറഞ്ഞത് വിസ വന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു വിസ വന്നു. അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി എന്താണെന്നുള്ളതായിരുന്നു എനിക്ക് അടുത്ത ഡൗട്ടുകൾ ഇങ്ങനെ പരമ്പര പോലെ ഇരിക്കുന്നതാണ്. അപ്പൊ അത് എനിക്ക് അപ്പൊ തന്നെ മാം പിറ്റേ ദിവസം നൈറ്റ് ആയതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം എന്നെ മാം ഇങ്ങോട്ട് വിളിച്ചു. ഐശ്വര്യ ഇനി നമുക്ക് ഈ വിസ ചെയ്യണം, അതിന്റെ ബാക്കി പ്രോസസ് ഉണ്ട്, അക്കോമഡേഷൻ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് അവിടെ പോയി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, തിങ്സ് എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അപ്പൊ തന്നെ ആ ഒരു കോളിൽ എനിക്ക് എല്ലാം പറഞ്ഞു തന്നു. പിന്നെ ടെൻഷനൊന്നും ആവണ്ട, എപ്പോഴും എനിക്ക് മാമിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു ബൂസ്റ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റേ കാം പോസിറ്റീവ്. ഇതാണ് ഞാൻ എപ്പോഴും. ചിലപ്പോ ഞാനൊരു സ്മൈലിയൊക്കെ ഇട്ട് കളയും കരഞ്ഞുണ്ട് എന്റെ വിസ വന്നില്ല ഇങ്ങനെ പറയുമ്പോ പുള്ളിക്കാരത്തി എന്റെ അടുത്ത് പറയുന്നു പ്രേ നമുക്ക് പ്രാർത്ഥിക്കാം, ഇതെനിക്ക്. അപ്പൊ അത് കേട്ട് കഴിയുമ്പോ ഞാൻ ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പിന്നെയും ചെല്ലും ഒന്ന് കരഞ്ഞിട്ട്. അങ്ങനെയുള്ള കുറെ ഇത് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എന്റെ ഉള്ളിലൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനത് ആര് വിളിക്കുമ്പോഴാണെങ്കിലും ഞാൻ പറയും എനിക്കറിയില്ല, അവരുടെ ഒരു സ്പെഷ്യൽ സ്റ്റുഡന്റ് എന്നുള്ളൊരു ഇതെനിക്ക് തന്നിട്ടുണ്ട് അവരെല്ലാവരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭവിത ആണെങ്കിലും ഞാൻ ഏത് ടൈമിൽ വിളിച്ചാലും അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാലും ഭവിത എനിക്ക് ഇത് തന്നിട്ടുണ്ട്, റിപ്ലൈ തന്നിട്ടുണ്ട്. മാം ആണെങ്കിലും മാമിന്റെ ഒരു ക്രൂഷ്യൽ ടൈമിലാണെങ്കിലും എന്നെ അത് ആ ഒരു രീതിയിൽ എന്നെ ചേർത്ത് പിടിച്ചതിന്റെ എല്ലാ കാര്യങ്ങളും ആ ടൈമിലും എനിക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ
നമ്മള് കഷ്ടപ്പെട്ടാല് അതിനൊരു ഫലം മേളിലുള്ള ഒരാള് മുകളിലുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ എന്റെ സ്റ്റുഡന്റ് വിസ സ്വീഡനിൽ സ്റ്റാർട്ട് ചെയ്തു, ഫ്രാൻസിൽ നോക്കി, ജർമ്മനി നോക്കിയായിരുന്നു, അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡ് നോക്കിയായിരുന്നു, അവസാനം ഞാൻ UK ഇത് ചെന്നെത്തിയത്. പിന്നെ എനിക്ക് എന്റെ കൈ നോക്കിയിട്ട് ഒരാള് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിദേശ യാത്രയ്ക്ക് യോഗം ഉണ്ടെന്നുള്ളത്. ചിലപ്പോ അതെന്റെ ഈ ഒരു ഏജിലായിരിക്കും. അങ്ങനെ ഞാൻ പറക്കാൻ പോവുകയാണ്. അടുത്ത മാസം 11-ാം തീയതി ഞാൻ പറക്കും. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ March 11th ഞാൻ ട്രാവൽ ചെയ്യും. March 12th എന്റെ ബർത്ത്ഡേ ആണ്. ഫാമിലി ഭയങ്കര ഇത് പറയുമായിരുന്നു, 28 years നീ ഇന്ത്യയിലാണ് ഇരിക്കുന്നത്, 29ൽ നീ നിന്റെ ഡ്രീം കം ട്രൂ, നിന്റെ സ്റ്റുഡന്റ് വിസ, നിന്റെ ആഗ്രഹം പുറത്തു പോയി പഠിക്കണം എന്നുള്ളൊരു ഒരു സക്സസ് നീ കയ്യിൽ വെച്ചിട്ടാണ്. ആസ് എ വുമൺ ഞാൻ ഭയങ്കര എന്റെ കാര്യത്തിൽ ഞാൻ എന്നോട് തന്നെ ഭയങ്കര ഒരു കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആക്ച്വലി ദിസ് ഇസ് എ സ്റ്റോറി ഓഫ് ഡ്രീം കം ട്രൂ. കാരണം പ്രൊഫൈലൊക്കെ പല കൺട്രീസിലും ആപ്ലിക്കേഷൻ ഇട്ടാൽ അത് ഓഫറോ വിസയോ സംഭവിക്കാത്ത ഒരു പ്രൊഫൈൽ UK വന്നിട്ട് ലൈക്ക് ഷീ ഹാസ് ഗോട്ട് അഡ്മിഷൻ ടു ഹർ ഡ്രീം പ്രോഗ്രാം ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു ലീവ് ഹർ ഡ്രീം ലൈഫ് ഫ്രം ദ ടൈം ഷീ റീച്ചസ് UK. വിസ അടിച്ചു, UK എത്താൻ പോവാണ്. സോ UK എത്താനായിട്ട് എടുത്ത തീരുമാനങ്ങളുടെ ബേസ് എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്, അത് അവർ സജസ്റ്റ് ചെയ്തു UK വരാൻ. പല സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ UK സജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ പോവണ്ട, അവിടുത്തെ സിറ്റുവേഷൻ സാച്ചുറേറ്റഡ് ആണ്, അപ്പം വേറെ ഓപ്ഷൻസ് ചോദിക്കുന്ന സ്ഥിതിക്ക് ഐശ്വര്യ എന്തുകൊണ്ടാണ് UK ചൂസ് ചെയ്തത്? എനിക്ക് UK പറ്റി ഇതുവരെ നെഗറ്റീവായിട്ട് എനിക്ക് ഒരു ഇത് തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ എൻക്വയറി ചെയ്ത ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ എൻക്വയറി UK കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പ്രോബ്ലം ശരിക്കും ഇല്ല എന്ന് വെച്ചാൽ വേറെ ഒരു മറ്റുള്ള കൺട്രീസ് ഒക്കെ വെച്ച് നോക്കിയപ്പോ ഞാൻ യൂറോപ്യൻ കൺട്രീസ് നോക്കിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസെന്റേജ് ബേസ് ചെയ്തിട്ട് ഒക്കെ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തോന്നുന്നു UK കുറച്ച് അതിനേക്കാളും കുറച്ചും കൂടി ഇതാണെന്ന് തോന്നുന്നു. പ്രൊഫൈലാണെങ്കിലും ഇപ്പൊ നമുക്കൊരു ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് നോക്കാനായിട്ടാണെങ്കിലും പെർസെന്റേജ് ബേസ് ചെയ്തിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും UK കുറച്ചും കൂടി ഫ്രീ ആണ് എനിക്ക് തോന്നുമ്പോൾ. പിന്നെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങിയവരാണെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മൾക്കിപ്പോ സ്ട്രഗിൾ ഉണ്ട്, അതിപ്പോ ഏത് കൺട്രിയിൽ ചെന്നാലും നമുക്ക് സ്ട്രഗിൾ ഉണ്ടാകും. ആ ഒരു സ്ട്രഗിളിനെ ഫേസ് ചെയ്യാൻ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ അവിടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല ഒരിക്കലും. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണെങ്കിലും എനിക്ക് ഓവറോൾ ഒരു എല്ലാ കാര്യങ്ങളും എനിക്ക് UK എന്റെ പ്രൊഫൈൽ വെച്ചിട്ട് പറ്റും എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം നോക്കിയത് യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും റെഫറൽ എടുത്തപ്പോഴാണെങ്കിലും നമ്മൾക്ക് അവിടുത്തെ ലൈഫ് സ്റ്റൈല് എല്ലാം കൊണ്ടും എനിക്ക് പറ്റുമോ, എനിക്ക് പാർട്ട് ടൈം ആണെങ്കിലും ഒരു സപ്പോർട്ടിങ് ആണെങ്കിലും, അതായത് ഒരു പുതിയ കൺട്രിയിലോട്ടുള്ള ഒരു മൈഗ്രേഷൻ ആണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും കൊണ്ടിട്ട് നമുക്കൊരു ഇത് ഉണ്ടാവത്തില്ല. ഫസ്റ്റ് നമുക്കൊരു പേടി എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണെങ്കിലും എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാവരും പറയുന്നത് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ്. അതിപ്പോ എല്ലായിടത്തും ഉണ്ട്, ശരിയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുവാണ്, എനിക്ക് UK അങ്ങനെ വലിയ നെഗറ്റീവ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ എല്ലാ കൺട്രിക്കും വരുന്ന രീതിയിലുള്ള ഒരു നമ്മളുടേതായ പ്രോസസിങ് ഡിലേയും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കേട്ടത് സ്റ്റുഡന്റ് വിസ റിജക്ഷൻ റേറ്റ് ഭയങ്കര കുറവാണ് UK സംബന്ധിച്ച്, ഭയങ്കര കുറവാണെന്ന് പറയാം. ഓൾമോസ്റ്റ് 100% വിസ സക്സസ് റേറ്റ് ആണ് UK. അപ്പൊ ഞാൻ അതൊന്ന് കേട്ട കാര്യമായിരുന്നു. കാരണം അതൊക്കെയാണ് ഞാൻ UK ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഒരു എൻവയോൺമെന്റ് ആണെങ്കിലും ഒരു സപ്പോർട്ട് ഫ്രണ്ട്ലി ആണ്. നമുക്ക് പാർട്ട് ടൈം ആണെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടില്ല, കോഴ്സസ് ആണെങ്കിലും കുഴപ്പമില്ല, യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ മെയിൻ ആയിട്ട് നോക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിറ്റി, അത് മെയിൻ ആണ് അവിടുത്തെ. അത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഇത് ചെയ്യും. ഭയങ്കര ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. പ്രാക്ടിക്കൽ ബേസ്ഡ് തട്ടാണെങ്കിലും നമുക്കിപ്പോ ഫ്യൂച്ചറിൽ നമുക്കൊരു ഹൈ പൊസിഷനിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ജോലി, ഇതാണ് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ. നല്ലൊരു ജോലി, നല്ലൊരു ഇൻകം, അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു UK ബെറ്റർ ആണ്. അപ്പൊ നെഗറ്റീവായിട്ട് എനിക്കൊന്നും UK ഭാഗത്തില്ല. അതെനിക്കൊരു സ്റ്റുഡന്റ് വിസ കിട്ടിയത് കൊണ്ടിട്ടല്ല, ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് പറയുവാണ്. ഞാൻ നോക്കിയെടുത്ത് എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ UK കുഴപ്പമില്ല. എന്നെ പല രീതിയിൽ പിന്നെ എന്നല്ല നമ്മൾക്ക് ഇപ്പൊ നമ്മളെ നന്നാവുന്നത് കാണാനായിട്ട് ഇഷ്ടമില്ലാത്തവരായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് അതിന്റെ നെഗറ്റീവ്സും കൊണ്ട് വരുന്നത്. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് മൈൻഡ് ആക്കാതെയാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻക്വയറി ചെയ്തതും എല്ലാവരും
എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ UK വേറെ ഒരു പ്രോബ്ലംസ് ഒന്നുമില്ല, സ്ട്രഗിൾ ഉണ്ട്. ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും ലൈഫ് ഓക്കെ ആണ്. എഫോർട്ട് എടുക്കാൻ തയ്യാറാവണം. അതിപ്പോ എവിടെ ആണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും അത് UK-യിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും നമ്മുടെ ഓൺ കൺട്രി വിട്ട് നമ്മൾ എവിടെ മൈഗ്രേറ്റ് ചെയ്താലും നമ്മൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ്, അവിടെ എക്സ്പീരിയൻസ് ആവണം. നമ്മളുടെ എഫോർട്സ് ആണ് നമ്മളുടെ ലൈഫ് അച്ചീവ്മെന്റിന്, അതായത് നമ്മൾക്കൊരു സെറ്റിൽമെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എപ്പോഴും നമ്മുടെ എഫോർട്സ് കൂടിയേ തീരൂ. എനിക്ക് എനിക്ക് ഓക്കെ ആണ്. വേറെ നെഗറ്റീവ്സ് ഒന്നുമില്ല എന്റെ സൈഡിൽ നിന്ന്, എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. So if you are determined, you will achieve anything in your life. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഐശ്വര്യ. ആസ് പ്രോമിസ്ഡ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നുണ്ട് ഐശ്വര്യ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് ഗോഡ് ബ്ലെസ് യു. Thank you so much. Thank you so much Empire Overseas Education for the entire support. And ഞാൻ ഇനിയും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോ ഞാൻ അവിടെ എത്തിയാലും എനിക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് ഞാൻ മാമിനെ കാണുന്നു. അതുപോലെ നിങ്ങൾ എല്ലാവരെയും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ എപ്പോഴും എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന, അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി ഇമിഗ്രേഷനിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ റിയൽ ഏതാ ഫേക്ക് ഏതാന്നുള്ളത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇനി സ്റ്റഡി അബ്രോഡ് നോക്കുന്ന ഓരോരുത്തർക്കും, എന്നെ അറിയാവുന്നവർ എൻ്റെ അടുത്ത് എന്തെങ്കിലും എൻക്വയറീസിൽ വരുന്നവർക്കാണെങ്കിലും ഞാൻ എംപയർ ഓവർസീസ് സജസ്റ്റ് ചെയ്യും. നിങ്ങളും അറിയണം എന്നെ പോലുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും കിട്ടണം. ഈ ഒരു ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എംപയർ ഓവർസീസിനെ പരിചയപ്പെടുത്തും. അപ്പൊ നിങ്ങളും അവരോടൊപ്പം ചേരുക. നിങ്ങൾക്ക് റിയൽ ആയിട്ട് ഉള്ള ഒരു കുറെ ഫേസസ് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ അതിന് ഏറ്റവും വലിയ അതിന്റെ ഒരു റിസൾട്ടാണ് ഞാൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കുക. സ്റ്റഡി അബ്രോഡ് നോക്കുന്ന ഓരോരുത്തർക്കും എംപയർ ഓവർസീസ് ഒരു മാതൃകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലൈക്ക് ഇത്രയും നല്ലത് കേട്ടത് ഭയങ്കര ഒരു ബൂസ്റ്റ് ആണ്. ലൈക്ക് ഇറ്റ് ഫീൽസ് സോ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു മൊമെന്റ് ആണ്. ലൈക്ക് ഒരാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്, it's really a very good satisfaction. So thank you so much. Okay, thank you so much.